തിരുവനന്തപുരം വെള്ളനാട് ദളിത് സ്ത്രീയോട് മുൻ കോൺഗ്രസ് പ്രാദേശിക നേതാവായ മുൻ പഞ്ചായത്ത് അംഗത്തിന്റെ ക്രൂരത. PMAY പദ്ധതി പ്രകാരം കിട്ടിയ 4 ലക്ഷം രൂപയും 59,000 രൂപയും ഉരിയാക്കോട് സ്വദേശി സത്യനേശൻ വീട് താമസയോഗ്യമാക്കി തരാമെന്ന് പറഞ്ഞ് തട്ടിയെടുക്കുകയായിരുന്നു. 3 മക്കളെയും കൊണ്ട് പഠനമുറിയായി കിട്ടിയ ഒറ്റമുറിയിലാണ് പ്രശാന്തി താമസിക്കുന്നത്. അങ്ങനെ ഒരു വീട് താൻ വെച്ചു കൊടുത്തിട്ടില്ലെന്നായിരുന്നു സത്യനേശന്റെ പ്രതികരണം. ഇപ്പം താമസിക്കുക ഒറ്റമുറി പഠനമുറിയിലാണ് ഞാനും 3 മക്കളും കഴിയുന്നത്. ഭർത്താവ് രോഗിയാണ്, ഫിക്സിൻ്റെ അസുഖമുണ്ട്, 2 കൈ ഒടിഞ്ഞ് വീണു, ഫിക്സ് വന്ന് വീണ് 2 കൈ ഒടിഞ്ഞു. അതും ഇവിടെ കിടക്കാൻ സൗകര്യം, അവരെ സൗകര്യം വിട്ട് കുടുംബം വിട്ടില്ലാണ്, വല്ലപ്പോഴൊക്കെ വരും. ഇത് പ്രശാന്തി തൊഴിലുറപ്പ് ജോലി ചെയ്താണ് 3 മക്കളെ വളർത്തുന്നത്. അതിനിടയിലാണ് PMAY പദ്ധതി പ്രകാരം 4 ലക്ഷം രൂപ വീട് വയ്ക്കാൻ കിട്ടിയത്. വീട് പാസ്സായതോടെ മുൻ പഞ്ചായത്ത് അംഗമായ മുൻ കോൺഗ്രസ് പ്രാദേശിക നേതാവ് സത്യനേശൻ വീട് നിർമ്മിച്ചു തരാം എന്ന് പറഞ്ഞു വന്നു. പല തവണയായി 4.5 ലക്ഷം രൂപ വാങ്ങിയെടുത്തു. തറ ഉയർത്തിയില്ല, കോൺക്രീറ്റ് സ്ലാബിന് ബീം വാർത്തില്ല. ഇതോടെ കെട്ടിടം താമസയോഗ്യമല്ലാതായി. പണി തീർത്തതുമില്ല. പലതവണ പ്രശാന്തി സത്യനേശനെ സമീപിച്ചെങ്കിലും പണി പൂർത്തിയാകാതെ മുങ്ങി. ഇക്കാര്യം പ്രശാന്തിയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ചോദിച്ചപ്പോൾ സത്യനേശൻ ഫോൺ കട്ടാക്കി മുങ്ങി. വീട് വെച്ച് കൊടുത്തില്ലേ? പ്രശാന്തിന്റെ വീട് വെച്ച് കൊടുത്തേ ഇല്ല. പ്രശാന്തിനെ അറിയാമോ? പത്രോസ് മുക്കിലെ അറിയാം. അവരുടെ പൈസ വാങ്ങിയിരുന്നോ? സത്യനേശൻ പരിചയപ്പെടുത്തിയ മറ്റൊരാൾ വീട് പൂർത്തിയാക്കി കൊടുക്കുമെന്ന് പറഞ്ഞേൽപ്പിച്ചു. സുരേഷ് എന്ന പേരുള്ളയാൾ വീട് പൂർത്തിയാക്കിയില്ലെന്ന് മാത്രമല്ല, മകൾക്ക് നഴ്സിംഗ് അഡ്മിഷനും പിന്നാലെ ജോലിയും വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് 17 ലക്ഷം രൂപ വാങ്ങി. മകൾക്ക് അഡ്മിഷനും കിട്ടിയില്ല, ജോലിയുമില്ല, വീടും പൂർത്തിയായില്ല. 3 മക്കളെയും കൊണ്ട് ഈ കാണുന്ന പഠനമുറിയിലാണ് പ്രശാന്തി താമസിക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ട പ്രശാന്തി പോലീസിലും പട്ടികജാതി കമ്മീഷനിലും പഞ്ചായത്തിലുമെല്ലാം പരാതി നൽകി കാത്തിരിക്കുകയാണിപ്പോൾ. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.